അപ്പോൾ തിമത്യോസിൻ്റെ ജീവിത ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തിമത്യോസിനെ ക്രിസ്തുവിൽ ജനിപ്പിച്ച വ്യക്തി ആയിരുന്നില്ല പൗലോസ് എന്നും. പൗലോസ് തിമത്യോസിനെ കാണുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ക്രിസ്തുവിൽ ജനിക്കപ്പെട്ട വ്യക്തിയായിരുന്നു എന്നും. എന്നാൽ പൗലോസിനെയാണ് തിമത്യോസ് തൻ്റെ ആത്മീയ പിതാവായി അംഗീകരിച്ചിരുന്നത് എന്നതിൽ നിന്നും ക്രിസ്തുവിൽ ജനിപ്പിച്ച വ്യക്തി ആത്മീയ പിതാവാകണമെന്ന് നിർബന്ധമില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസ്റ്റർ റെജി മാത്യു പറഞ്ഞ ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ ജനിപ്പിച്ച വ്യക്തി ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ആത്മീയ പിതാവ്. അല്ലെങ്കിൽ സ്റ്റേജിൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തിയോ ഒരു പ്രവാചകനോ ഒരു ശുശ്രൂഷകനോ കൃപാവരപ്രാപ്തരോ ഒന്നും ആവരുത് അദ്ദേഹത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന പിടിവാശി അല്ലെങ്കിൽ അങ്ങനെ ഒരു തത്വം ബിബ്ലിക്കൽ അടിസ്ഥാനത്തിൽ, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം കൂടെ വ്യക്തമാണ്. പൗലോസ് അപ്പോസ്തലൻ യെരുശലേമിൽ അല്ലെങ്കിൽ തർസൂസുകാരനായിരിക്കുന്ന വ്യക്തി വളരെ വിദൂരമായിരിക്കുന്ന ലുസ്ത്രയിലുള്ള തിമത്യോസ് എന്ന് പറയുന്ന പകുതി യവനനും പകുതി യഹൂദനുമായിരിക്കുന്ന വ്യക്തിയുടെ ആത്മീയ പിതാവായതിൽ നിന്നും ലോകത്തിലെ ഏത് രാജ്യങ്ങളിലുള്ള വ്യക്തിക്കും അവർക്ക് ദൈവം നൽകുന്ന വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലും ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലും അവരുടെ അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിലും തങ്ങളെ ക്രിസ്തുവിൽ വളർത്താൻ കഴിയുന്ന, തങ്ങൾക്ക് വേണ്ടതായ ആത്മീക പരിപോഷണം നൽകുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന വ്യക്തിയെ ആത്മീയ പിതാവായിട്ട് സ്വീകരിക്കാനും ആ വ്യക്തിക്ക് മറ്റേ വ്യക്തിയെ തൻ്റെ ആത്മീയ പുത്രനായിട്ട് സ്വീകരിക്കാനുമുള്ള അവകാശം ദൈവസഭയ്ക്കകത്തുണ്ടെന്നും അല്ലെങ്കിൽ ബിബ്ലിക്കൽ രീതി അങ്ങനെയാണെന്നും താൻ ജനിപ്പിച്ച അല്ലെങ്കിൽ താൻ ക്രിസ്തുവിൽ ജനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് എൻ്റെ ആത്മീയ പുത്രനാണ് ഇന്നയാളെന്ന് പറയാൻ കഴിയില്ലെന്നും നമുക്ക് വളരെ വ്യക്തമാണ്. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുമ്പോൾ അപ്പല്ലോസ് എന്ന് പറയുന്ന പൗലോസിനോളം തന്നെ ശക്തനായ ഒരു ദൈവദാസനെ, വചനം പറയാനൊക്കെയുള്ള മിടുക്കനായ ഒരു ദൈവദാസനെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് യേശുക്രിസ്തുവിനെ കുറിച്ച് വലിയ അറിവില്ല, ദൈവവചനത്തെക്കുറിച്ച് ആഴമേറിയ അറിവില്ല. അദ്ദേഹത്തിന് യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിയുള്ളൂ എന്ന് അപ്പോസ്തല പ്രവൃത്തി 18-ൻ്റെ അവസാന ഭാഗത്തുണ്ട്. എന്നാൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ, അദ്ദേഹം തന്നെ ദൈവസഭയ്ക്കകത്ത് വന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവുകേടുകൾ മനസ്സിലാക്കിയ അക്വിലാവും പ്രിസ്കില്ലയും അവർ വീട്ടിൽ കൊണ്ടുപോയി അപ്പല്ലോസിനെ ശരിയായ ക്രിസ്തു മാർഗം പറഞ്ഞു കൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ക്രിസ്തുവിൽ ശരിക്കും അപ്പല്ലോസിനെ ജനിപ്പിക്കുന്നത് അക്വിലാവും പ്രിസ്കില്ലയുമാണ്. അതിനുശേഷം അദ്ദേഹം വലിയൊരു സുവിശേഷകനായി മാറുന്നതും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരുപക്ഷെ പൗലോസിനേക്കാളും കുറച്ചുകൂടെ ശക്തമായ വാഗ്വൈഭവത്തോടുകൂടെ ദൈവവചനം പറയാൻ അതിന് സാധിക്കുന്നു. എന്നാൽ നമുക്ക് എങ്ങും തന്നെ അപ്പല്ലോസിൻ്റെ ആത്മീയ പിതാവ് അല്ലെങ്കിൽ മാതാവ് അക്വിലാവും പ്രിസ്കില്ലയുമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അവരങ്ങനെ അവകാശപ്പെടുന്നതായിട്ട് കാണുന്നില്ല. അപ്പല്ലോസ് അങ്ങനെ പറയുന്നതായിട്ടും വേദപുസ്തകത്തിൽ തെളിവില്ല. അപ്പോൾ അതിനർത്ഥം ക്രിസ്തുവിൽ ജനിപ്പിക്കുന്ന വ്യക്തി, ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ ജനിപ്പിക്കുന്ന വ്യക്തി അദ്ദേഹത്തെ ക്രിസ്തുവിൽ ജനിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആത്മീയ പിതാവ് എന്നുള്ള സ്ഥാനം അതിന് മേലാണ്. ആത്മീയ പിതാവ് എന്ന് പറയുന്ന സ്ഥാനം കൊടുക്കേണ്ടത് ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ വളർത്തുന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ക്രിസ്തുവിൽ വളർത്തുക മാത്രമല്ല, അവർ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ആ വ്യക്തിയുമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണം. ഉദാഹരണം, തിമത്യോസിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളിലും ആത്മീക പ്രശ്നങ്ങളിലും ഒക്കെ പൗലോസ് ഇടപെടുന്നതായിട്ട് നമുക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ആത്മീയ പിതാവിൻ്റെ കടമ എന്ന് പറയുന്നത് കുറച്ച് വചനം പറയുകയും പ്രസംഗിക്കുകയും കൈയടിക്കുകയും പാട്ടുപാടാനും അന്യഭാഷ പറയാനും പ്രവചിക്കാനും കൃപാവരങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതിനപ്പുറമായി ഒരു മകനെ പോലെ, ഒരു ജഡത്തിൽ ജനിച്ച മകനെ എങ്ങനെയാണ് ഒരു പിതാവ് കരുതുന്നത് അതുപോലെ തന്നെ എല്ലാ നിലകളിലും ആത്മീകമായും ഭൗതികമായുമുള്ള ഒരു വലിയ ബന്ധം അവർ തമ്മിൽ ഉണ്ടാകണം. ആ നിലയിലുള്ള വ്യക്തിയായിരിക്കണം ആത്മീയ പിതാവ്. അല്ലാതെ പാസ്റ്റർ റെജി മാത്യു പറയുന്ന പോലെ ക്രിസ്തുവിൽ ജനിപ്പിച്ചു
എന്നുള്ള നിലയിൽ അല്ല എന്നുള്ളത് പല കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ നിലയിൽ ഐഥോപ്യക്കാരനായ ഷണ്ടൻ്റെ ആത്മീയപിതാവ് സത്യത്തിൽ ഫിലിപ്പോസ് എന്ന് നമുക്ക് പറയാൻ കഴിയും ഈ രീതിയിലാണെങ്കിൽ. പക്ഷേ ഫിലിപ്പോസ് അങ്ങനെ അവകാശപ്പെടുന്നില്ല, ഷണ്ടൻ അങ്ങനെ പറയുന്നുമില്ല. കാരണം ക്രിസ്തുവിൽ അദ്ദേഹത്തെ ജനിപ്പിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ ആത്മീയ പിതാവ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് ഫിലിപ്പോസ് എത്തുന്നില്ല, ഷണ്ടൻ അത് പ്രതീക്ഷിക്കുന്നുമില്ല. ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചു, പക്ഷേ പിന്നീട് ആ ഷണ്ടനെയും ഐത്യോപ്യയിലുള്ള ദൈവസഭയെയും വളർത്തിയത് ആരാണെന്ന് വേദപുസ്തകത്തിൽ പറയുന്നില്ല. എന്തായാലും ഫിലിപ്പോസ് അല്ല ആ സഭയുടെ ആത്മീയ പിതാവെന്നും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ശമരിയ സഭയെ അല്ലെങ്കിൽ ശമരിയിൽ ഉള്ള ആളുകളെ ക്രിസ്തുവിൽ ജനിപ്പിക്കുന്നത് ഫിലിപ്പോസാണ്. പക്ഷേ അവരുടെ ആത്മീയ പിതാവായിട്ട് പിൽക്കാലത്ത് ഫിലിപ്പോസിനെ നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല. അദ്ദേഹം ഗസയിലേക്കുള്ള പ്രദേശത്തേക്ക് പോവുകയും പിന്നീട് അദ്ദേഹം കൈസരിയിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അദ്ദേഹവും അത് അവകാശപ്പെടുന്നില്ല. ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമാകുന്ന കാര്യം, ക്രിസ്തുവിൽ നമുക്ക് ഒരു വ്യക്തിയെ ജനിപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ജനിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ആത്മീയ പിതാവാകുന്നില്ല. ആത്മീയ പിതാവ് എന്നുള്ള സ്ഥാനം അതിൽ നിന്നും മീതെയാണെന്ന് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ആത്മീയ പിതാവ് എന്ന് പറയുമ്പോൾ എല്ലാ നിലകളിലും ആ വ്യക്തിയെ ആത്മീയമായും ഭൗതികമായും ഒക്കെ അദ്ദേഹത്തെ കെയർ ചെയ്യുന്ന, അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ്. അത് പാസ്റ്റർ റെജി മാത്യുവിന് വ്യക്തമായി മനസ്സിലാകാത്തതുകൊണ്ടാണോ, അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാത്തതുകൊണ്ടാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇനി അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പൗലോസ് അപ്പോസ്തലൻ സത്യത്തിൽ കൊരിന്ത് സഭയുടെ ആത്മീയ പിതാവാണോ എന്നുള്ള കാര്യമാണ് ഞാൻ അടുത്ത ഭാഗത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്.